ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്. ആ ഫോമിനകത്ത് വണ്ടിയുടെ മാനുഫാക്ചറിങ് മന്ത് ഏതാണ്, വണ്ടിയുടെ എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ എന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഈ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആൾ വാഹന ഡെലിവറി സമയത്ത് അതിന് മുന്നോടിയായിട്ട് വണ്ടി കാണുന്നേ ഇല്ല. ഡെലിവറി കഴിഞ്ഞാണ് വണ്ടിയുടെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കുറവുകൾ കാണുന്നു. അപ്പോൾ അത് ആ ഒരു രീതിയിൽ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിമിതികളുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്ത് തരാൻ അവർ ശ്രമിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് വണ്ടി സെയിൽ ചെയ്യുന്നതോട് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഹന ഡെലിവറിയിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ വേണം എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോവും. എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. നമുക്ക് ഫിറ്റാണോ, നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നെല്ലാം നോക്കിയിട്ടാണ് ആ ഒരു സാധനം വാങ്ങുന്നത്. അതേ ഉത്തരവാദിത്വം നമ്മുടെ പുതിയ വാഹന ഡെലിവറി സമയത്ത് കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ കാണിക്കണം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഗൈസ്, ആ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാഹനം സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതശൈലിയിൽ ഒരു വാഹനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. അതിനുശേഷം അതിലായിട്ട് ബന്ധപ്പെടുത്തിയ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു മൈലേജുള്ള വാഹനമാണ് നോക്കുന്നതെങ്കിൽ മൈലേജുള്ള വാഹനത്തിന് സേഫ്റ്റി ഉണ്ടാവുക വളരെ കുറവാണ്. ഇപ്പോൾ സേഫ്റ്റി ഇല്ലാത്തൊരു ബ്രാൻഡ് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. മൈലേജ് അല്ല, എനിക്ക് സേഫ്റ്റി മതി, എനിക്ക് ലോങ് ഡ്രൈവ് പോകുന്നുണ്ട്, മൈലേജ് എൻ്റെ കൺസേൺ അല്ല, എനിക്ക് സേഫ്റ്റിയാണ് എൻ്റെ കൺസേൺ എന്നുള്ള അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ 2 വർഷം കഴിയുമ്പോൾ വാഹനം വിൽക്കുന്ന ഒരാളാണെങ്കിൽ റീസെയിൽ വാല്യൂ പ്രാധാന്യമുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ അതിൽ ഏത് കാറ്റഗറി പെട്ട ആളാണെന്നുള്ളത് നിങ്ങൾ സ്വന്തം അനലൈസ് ചെയ്ത ശേഷം ഒരു വാഹനം ബുക്ക് ചെയ്യുക. ഈ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പറയാൻ നിങ്ങൾക്കറിയാം, ഇതൊരു കോമ്പറ്റീഷൻ മേഖലയാണ്. പല രീതിയിലുള്ള പല ബ്രാൻഡുകളിൽ ഇപ്പം എന്താ പറയുകയാണെങ്കിൽ ഉദാഹരണം മാരുതിയിലേക്ക് പോകുകയാണെങ്കിൽ ഇൻഡസ് ഉണ്ട്, KVR ഉണ്ട്, AM മോട്ടോഴ്സ് ഉണ്ട്, ഹാർകാർസ് ഉണ്ട്, ഒരുപാട് മേഖലയിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഡീലർഷിപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ പറയുന്ന ഡീലർഷിപ്പുകളെല്ലാവരുടെ അടുത്തുനിന്നും കൊട്ടേഷൻ വാങ്ങിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ബെറ്റർ ഓഫറും ബെറ്റർ ആക്സസറീസും ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൈസും തരുന്ന ഒരു വാഹന കമ്പനി അല്ലെങ്കിൽ ഡീലർഷിപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് വാഹനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫുൾ പേയ്മെൻറ്റ് മേടിച്ച് വാഹനത്തിൻ്റെ ഇൻവോയ്സ് ചെയ്യാനോ ഉള്ള ശ്രമം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഡീലർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വാഹനത്തിന് പേയ്മെൻറ്റ് കയറി അത് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ആ കേസ് ക്ലോസ് ആവും. പേയ്മെൻറ്റ് കയറി ഇൻവോയ്സ് ചെയ്യുന്നതോടുകൂടി നമ്മളായിട്ടുള്ള ആ ഒരു കേസ് അവർക്ക് ക്ലോസ് ആവും, അവരുടെ ടാർഗറ്റിലേക്ക് ആ ഫിഗർ കയറും. അതിനുവേണ്ടിയാണ് അവർ ചെയ്യുന്നത്, അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇത് നമ്മൾ അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ട മെസ്സേജ് ഇല്ല, അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഇത് പറഞ്ഞ പോലെ ചെറിയൊരു ഇഷ്യൂസ് വരാം. ഇത് 1000 കണക്കിന് വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇറങ്ങുന്ന വാഹനങ്ങൾ വളരെ വിരളമായിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇത് നമുക്ക് റിസ്ക് ഫാക്ടറാണ്. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന പോലെ നമുക്ക് വണ്ടിക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴാണ് അപകടം നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വർഷം ഇൻഷുറൻസ് എടുത്താൽ ഒരു അപകടം നടക്കാൻ നമ്മൾ ആ ഒരു വർഷം പൂർത്തീകരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെ ഒരു പ്രിക്കോഷനാണ്. നമ്മൾ എന്ത് ചെയ്യുക, വാഹനത്തിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു കൺസേൺ, എൻ്റെ രീതിയിൽ ഞാൻ ആ വാഹനങ്ങൾ എടുത്തു കൊടുക്കുന്ന കൺസൾട്ടേഷൻ പരിപാടിയിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുന്നു, ചില വാഹനങ്ങൾ ഹൈലി ഡിമാൻഡഡ് ആയിരിക്കും. അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയൊക്കെ ഗ്യാപ്പ് ഇട്ട് വെക്കും. അപ്പോൾ ഒരു എമൗണ്ട് അതൊന്ന് എക്സ്ഷോറൂം പ്രൈസ് ഫുള്ളായിട്ടും കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിമാൻഡ് ഇല്ലാത്ത വാഹനങ്ങളുണ്ട്. അതിപ്പോൾ നമുക്കറിയാം, പല വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹനത്തിന് ഒരിക്കലും ഫുൾ പേയ്മെൻറ്റ് കൊടുക്കില്ല. കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ വണ്ടി കണ്ട ശേഷം മാത്രമേ എമൗണ്ട് കൊടുക്കുകയുള്ളൂ എന്ന് പറയും. എത്ര നിർബന്ധിച്ചാലും അത് ചെയ്യില്ല. അപ്പോൾ അത്തരത്തെ സാഹചര്യത്തിൽ അല്ലാത്ത കാര്യം ഡിമാൻഡ് വാഹനങ്ങൾ, ഇപ്പോൾ താർ റോക്സ് ഒക്കെ പോലുള്ള വാഹനങ്ങൾ ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തെ വാഹനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ഷോറൂം പ്രൈസ് ഫുള്ളായിട്ട് അങ്ങ് കൊടുക്കുക. ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് പറയാം, നിനക്ക് എക്സ്ഷോറൂം പ്രൈസ് ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ മറ്റൊരാളിലേക്ക് പോകും അല്ലെങ്കിൽ മറ്റൊരാൾ എടുക്കും, നിങ്ങളല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തില്ല വേറെ ആളേക്ക് സ്കിപ്പായി പോകും എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ വർത്താനം പറയാനില്ല. അപ്പോൾ അത് എമൗണ്ട് ഫുള്ള് കൊടുക്കുക. അതിനുശേഷം വണ്ടി വന്ന് നിങ്ങൾ പോയി നേരിട്ട് കാണാം. ഇതിലിപ്പോൾ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു കസ്റ്റമർ നേരിട്ട് വന്ന് ആ വാഹനം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു, അദ്ദേഹത്തിന് ആ വാഹനം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി എടുക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളിൽ ക്വാളിറ്റി വരും. അത്
നിങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ എക്സിക്യൂട്ടീവും വാഹനം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അതിനിപ്പം തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വരണമെന്ന് അങ്ങനെ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന കേസ് അങ്ങനെ ഉണ്ടാവണമെന്ന് പോലുമില്ല. അപ്പോൾ നിങ്ങൾ ഡെലിവറിക്ക് മുമ്പ് പേയ്മെൻറ്റ് കൊടുത്ത ശേഷം, ഒന്നെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ള വാഹനങ്ങളിൽ ഏകദേശം എക്സ്ഷോറൂം പ്രൈസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വണ്ടി പോയി കണ്ട ശേഷം മാത്രം ബാക്കി പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ ഏകദേശം പേയ്മെൻറ്റ് കൊടുത്തു, നമ്മുടെ വാഹനം എത്തി, നമ്മൾ പോയി കണ്ടു. ഈ കാണുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും വളരെ റെയറായിട്ട് ചെയ്തിരിക്കുന്ന ഇൻസിഡൻസ് ആണ്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഉടായ്പ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ കാര്യം പറയുന്നത്. നമ്മൾ പോയി ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ട വാഹനം തന്നെ നമുക്ക് തരണമെന്നില്ല. അതായത് ഇപ്പോൾ കണ്ട വാഹനത്തിനൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അവർ വാഹനം മാറ്റി തരുന്ന രീതിയൊക്കെ ഉണ്ട്. പല രീതിയിൽ ഉടായ്പകൾ നടത്താറുണ്ട്. അതായത് അനിയത്തിനെ കാണിച്ച് ചേച്ചീനെ കാണിച്ച് അനിയത്തിനെ കല്യാണം കഴിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കണ്ട വാഹനം ഇതാണെങ്കിൽ ഈ വാഹനത്തിന് ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ചേസസ് നമ്പർ ഒരു വാഹനത്തിന് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ വാഹനങ്ങളിലെല്ലാം വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ കോർണർ ഭാഗത്തായിട്ട് ചേസ് നമ്പർ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് സെക്യൂരിറ്റി ഉള്ള രീതിയിൽ എല്ലാ വാഹന കമ്പനികളിലും അത് പഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിൽ ചേസസ് നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വീലിൻ്റെ സൈഡിലായിട്ടും ചേസസ് നമ്പർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള രണ്ട് രീതിയിൽ ഈ വാഹനത്തിന് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ഇളക്കി മാറ്റാനോ രണ്ടാമത് മാറ്റി പഞ്ച് ചെയ്യുന്നതൊക്കെ പോസിബിൾ അല്ല പുതിയ വാഹനങ്ങളിൽ. പഴയതിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ബോണറ്റ് തുറന്ന് ഈ വാഹനമാണെങ്കിൽ ഇത് ബോണറ്റ് തുറന്ന് ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ നോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് വെക്കുക. എന്ന് പലർക്കും അത് കഴിഞ്ഞുള്ള സ്റ്റേജ് അറിയില്ല. വെറുതെ ഫോട്ടോ എടുക്കുന്നു, വണ്ടി പോയി കാണുന്നു, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു, പോകുന്നു. പക്ഷെ അത് തന്നെ ധാരാളമാണ്. കാരണം ചില വാഹനങ്ങളിൽ പെയിൻ മിസ്മാച്ചും ഇൻറ്റീരിയർ ക്ലീനിങ് അല്ലാത്തതും ഒരുപാട് കിലോമീറ്റർ ഓടിയതൊക്കെ ഉണ്ടാവും. കിലോമീറ്ററൊക്കെ ചില കേസിലൊക്കെ വാഹനങ്ങൾ കണ്ടു കഴിയുമ്പോൾ 600 കിലോമീറ്റർ ഓടിയൊരു വാഹനം ഈ ഇടയ്ക്ക് കാസർഗോഡ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഡെലിവറി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് 649 700 കിലോമീറ്റർ ഓടി വാഹനം. ഇപ്പോൾ അത് കേസൊക്കെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് മാരുതി ഇടപെട്ടിട്ട് ആ വാഹനം റീപ്ലേസ് ചെയ്ത് കൊടുക്കാം എന്നല്ല, അതിന് നഷ്ടപരിഹാരം എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഡീലായി എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ വാഹനത്തിൻ്റെ ചേസസ് നമ്പർ എഞ്ചിൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഈ നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞില്ല. നോട്ട് ചെയ്ത് വെച്ച വാഹനങ്ങൾ ഇത് തന്നെയാണെന്ന് വീണ്ടും വെരിഫൈ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ, ടെമ്പററി രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു ഫോം തരും. ഒരുപാട് ഫോമുകൾ തരും. ഇൻവോയ്സ് അടക്കം ഉൾപ്പെടെയുള്ള എല്ലാ ഫോമുകളും തരും. ഈ ഫോമിനകത്ത് കൃത്യമായി വായിച്ച് നോക്കുക. അതിനകത്ത് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്. ആ ഫോമിനകത്ത് വണ്ടിയുടെ മാനുഫാക്ചറിങ് മന്ത് ഏതാണ്, വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ, ചേസസ് നമ്പർ എന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മാനുഫാക്ചറിങ് ഡിഫോൾട്ടായിട്ടുള്ള ഒരു വാഹനവും കിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് നമുക്ക് നമ്മളെ കാണിച്ച വാഹനം അല്ലാതെ മറ്റൊരു വാഹനം എടുക്കാൻ കഴിയില്ല. രണ്ട് ഗുണങ്ങളാണ് ഡിസ്ക്ലെയിമർ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ളത്. അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് മന്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ മെസ്സേജിനകത്ത് പറയുന്നുണ്ട് ജനുവരി മാനുഫാക്ചറിങ് വാഹനമാണ് നൽകിയിട്ടുള്ളത്. കാരണം ഏകദേശം ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ട്. ചിലവർ പറയും ജസ്റ്റ് പഴയ 2 മാസം ബാക്കാണ്. പക്ഷേ നമ്മൾ പേപ്പറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ജനുവരി മാസം, 6 മാസം, 7 മാസം പഴക്കമുള്ള വാഹനമൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേപ്പർ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ രജിസ്ട്രേഷൻ ടൈമിലുള്ള പേപ്പറുകൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഈ പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മളെ ഇനിയുള്ള പിടിവള്ളി മുഴുവൻ പോയി. പിന്നെ നിയമപരമായി നേരിടേണ്ടതായിട്ട് വരും. കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഈ ഒരു ലൈഫിൽ ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ്, വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വാഹനം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺസൾട്ടൻ്റായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐ എം ദിലി സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.